ഹിസാബിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സർവീസ് സഹകരണ ബോർഡ് എക്സാമിനേഷനിൽ ചോദിച്ചതായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ് ചർച്ച ചെയ്യുന്നത്. അത് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമിന് ചോദിച്ചതാണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമിന് സെലക്ട് ദ പാലിൻഡ്രോം സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ് എന്നാണ്. പാലിൻഡ്രോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാള ഭാഷയിലും ഉള്ളതായ ഒരു സാധനമാണ് പാലിൻഡ്രോം എന്നത്. പാലിൻഡ്രോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മുൻപിൽ നിന്ന് പിറകിലോട്ട് വായിക്കുമ്പോഴും പിറകിൽ നിന്ന് മുൻപിലോട്ട് വായിക്കുമ്പോഴും ഒരേപോലെ എഴുതാൻ കഴിയുന്ന പദങ്ങൾ. അതാണ് അതിൻ്റെ പ്രത്യേകത. മുൻപിൽ നിന്ന് പിറകിലോട്ട് വായിച്ചാലും പിറകിൽ നിന്ന് മുൻപിലോട്ടേക്ക് വായിച്ചാലും ഒരേപോലെ എഴുതാൻ പറ്റുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാലിൻഡ്രോം എന്ന് വിളിക്കുക. എങ്ങനെയാണ് പാലിൻഡ്രോം എന്നത് എഴുതാവുന്നത് എന്നുള്ളത് നോക്കാം. മലയാളം എന്ന് നമ്മൾ എഴുതി, മലയാളം അല്ലേ? ഈ മലയാളം എന്നതിനെ നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചും എഴുതണം. ഇപ്പം നമ്മൾ ഇടുന്ന എം എന്ന അക്ഷരത്തിലാണ് ആരംഭിച്ചത്, എം എന്ന അക്ഷരത്തിൽ അവസാനിച്ചു. അപ്പോൾ ഇതിനെ നേരെ റിവേഴ്സ് ആക്കുമ്പോഴും മലയാളം എന്ന് തന്നെ വരും. ഇപ്പം മലയാളം എന്നതിനെ നമ്മൾ റിവേഴ്സ് ആക്കുമ്പോൾ ഇവിടെ എന്താ? MALAYALAM. ഇതിനെ നേരെ തിരിച്ച് വരുമ്പോൾ MALAYALAM മലയാളം. അപ്പം മലയാളം എന്നതിന് നമ്മൾ തിരിച്ചെഴുതുമ്പോഴും മലയാളം എന്ന് വരും. അപ്പോൾ ഇതിന് പ്രത്യേകം എന്താ? മുൻപിൽ നിന്ന് പിറകിലോട്ടേക്കും പിറകിൽ നിന്ന് മുൻപിലോട്ടേക്കും എഴുതാവുന്ന വാക്കാണ് പാലിൻഡ്രോം എന്ന് പറയുക. ഇപ്പം മലയാളത്തിൽ ഈ സാധനം എഴുതാറുണ്ട് നമ്മൾ. ഇപ്പം മലയാളത്തിൽ എഴുതുമ്പോൾ നോക്കിയേ, നയന. ഈ നയന എന്നതിന് നമ്മൾ തിരിച്ചെഴുതിയാൽ എന്ത് തന്നെയായിരിക്കും? നയന എന്ന് തന്നെയായിരിക്കും. ഇപ്പം വികടകവി, വികടകവി. വികടകവി ഇത് തിരിച്ചെഴുതുമ്പോഴും എന്ത് തന്നെ വരിക? വികടകവി. ഇങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ചോദിക്കുന്നൊരു സാധനമാണ് ഇത്. മുൻപിൽ നിന്ന് പുറകിലോട്ടേക്കും പുറകിൽ നിന്ന് മുൻപിലോട്ടേക്കും ചോദിക്കാവുന്ന പദപ്രയോഗത്തെയാണ് ഇംഗ്ലീഷിൽ എന്ത് വിളിക്കുക? പാലിൻഡ്രോം എന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് പാലിൻഡ്രോം ഏതാണ് എന്നാണ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് ഏറ്റവും ഉചിതമായ ഒരു പദപ്രയോഗമാണ്. അതേതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നൊരു സാധനം ഏതാ? യോൺ എ മോർ റോമൻ വേ എന്നാണ്. യോൺ എ മോർ റോമൻ, യോൺ എ മോർ റോമൻ വേ എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ എന്ത് ചെയ്യണം? പാലിൻഡ്രോമായിട്ട് എഴുതണം. പാലിൻഡ്രോമായിട്ട് എഴുതുമ്പോൾ സ്വാഭാവികമായും ഇവിടെ എന്താ വരുന്നത്? യോൺ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പൊസിഷനിൽ ഈ പൊസിഷനിൽ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ വരെ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇവിടെ വരെ എഴുതിയാൽ യോൺ എന്നായി മാറി. യോൺ. അടുത്ത് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ പിന്നെ യോൺ എന്ന് എഴുതി. അടുത്ത എന്താ വേണ്ടത്? നമ്മുടെ റൂള് പ്രകാരം എ എന്ന് വരണം. അപ്പോൾ ഇവിടെ നമ്മൾ വേ എന്നതിനെ നേരെ തിരിച്ചപ്പോൾ യോൺ എന്നായി. അടുത്തായിട്ട് ഇവിടെ എന്താ വരുന്നത്? ഇവിടെ എന്തുണ്ട്? എ ഉണ്ട്. അപ്പോൾ അടുത്ത എന്തായിരിക്കണം? എ ആയിരിക്കണം. അപ്പോൾ എ എന്നത് നമ്മൾ ഗ്യാപ്പ് ഇട്ട് എഴുതി. അടുത്ത എന്താ? ഇവിടെയുള്ളത് മോർ എന്നാണ്. ഈ മോർ എന്നതിൽ മോർ എന്ന് കിട്ടണമെങ്കിൽ ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്ററായ ആർ എന്ത് ചെയ്താൽ മതി? സ്മോൾ ലെറ്റർ ആക്കിയാൽ മതി. അപ്പോൾ സ്മോൾ ലെറ്റർ ആക്കുമ്പോൾ എന്തായി മാറി? മോർ. അപ്പോൾ യോൺ എ മോർ, യോൺ എ മോർ. അപ്പോൾ യോൺ എ മോർ, യോൺ എ മോർ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും യോൺ എ മോർ. അടുത്ത എന്തായി മാറി? ഇവിടുത്തെ ആറ് നമ്മൾ എന്താക്കുന്നു? ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നു. ക്യാപിറ്റൽ ആക്കുമ്പോൾ എന്തായി?